ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ അതിൽ ആണ് മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയെ പറ്റി പറയുന്നത്. ഈ പിക്ചറും അതിലത്തെ കാര്യങ്ങളും നമുക്ക് നോക്കാം. മനുഷ്യരിലെ ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ് എന്ത്? ശ്വാസകോശം, ലങ്സ്. ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം എന്താണ്? പൾമണോളജി, പ്ലൂറോളജി. പൾമണോളജി അല്ലെങ്കിൽ പ്ലൂറോളജി, ശ്വാസകോശത്തെക്കുറിച്ചുള്ള പഠനം പറയുന്നതാണ് പ്ലൂറോളജി അല്ലെങ്കിൽ പൾമണോളജി. മനുഷ്യൻ്റെ ശ്വസന വ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് മൂക്ക്, ശ്വാസനാളം, ശ്വസനി, ശ്വാസകോശം. അപ്പോൾ ഇവിടെ കുറച്ച് വിട്ടുപോയ ഭാഗങ്ങളുണ്ട്, നമുക്ക് നോക്കാം. ഈ ആദ്യത്തെ ഭാഗം ഇതാണ് നാസാദ്വാരം. നാസാദ്വാരം. അടുത്തത് നാസാഗഹ്വരം. നാസാദ്വാരം, നാസാഗഹ്വരം. പിന്നെ വരുന്നതാണ് ശ്വാസനാളം. ശ്വസനി, ശ്വസനിക. ഓക്കെ. അപ്പോൾ ഈ നാസാദ്വാരം മുതൽ വായുറ വരെ കടന്നു പോകുന്ന അന്തരീക്ഷ വായുവിൻ്റെ സഞ്ചാരപാത, അതിനെ പറയുന്നത് ശ്വസനപഥം എന്നാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പാത്ത് നമുക്ക് നോക്കാം. നാസാദ്വാരം, നാസാഗഹ്വരം, ശ്വാസനാളം, അവിടെ നിന്ന് ശ്വസനി, ശ്വസനിക, വായുറ. വായുറയാണ് ഈ അൽവിയോളസ് വായുറനെ പറയുന്നതാണ്. ശ്വസനപാതകങ്ങൾ ശരീരത്തിൻ്റെ അകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് ഈ നാസാദ്വാരം. നമ്മുടെ മേൽചുണ്ടിന് മുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. അടുത്തത് നാസാഗഹ്വരം. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്ന പാതയാണ് നാസാഗഹ്വരം. നാസാദ്വാരത്തെയും ഗ്രസനിയെയും ബന്ധിപ്പിക്കുന്നത് നാസാഗഹ്വരം. മൂന്നാമത്തത് ശ്വാസനാളം. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളാൽ ബലപ്പെടുത്തിയ നീണ്ട കുഴലാണ് ശ്വാസനാളം. ഇവ സദാ തുറന്നിരിക്കാൻ കാരണം എന്താണ്? തരുണാസ്ഥി വലയങ്ങളാണ്. ഇവ ശ്വാസനാളത്തിൽ എന്തുണ്ട്? സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങളുണ്ട്. ശ്വാസനാളം സദാ തുറന്നിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത് തരുണാസ്ഥി വലയങ്ങളാണ്. ഇനി ശ്വസനിയാണ്. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖയാണ് ശ്വസനി. ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ഭാഗമാണ് എന്ത്? ശ്വസനി. ഇവയിലും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ ശ്വാസനാളത്തിലും ശ്വസനിയിലും തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നുണ്ട്. ശ്വസനിയുടെ അഗ്രശാഖകളാണ് ശ്വസനിക. അൽവിയോളസുകളിലേക്ക് ഇത് തുറക്കുന്നു. ഇനി ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലം, അതാണ് പ്ലൂറ. ശ്വാസകോശത്തെ പൊതിഞ്ഞുള്ള സ്ഥലമാണ് പ്ലൂറ സ്ഥലം. ശ്വസനിക പറഞ്ഞല്ലോ. ഈ ശ്വസനികയിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. ശ്വാസനാളത്തിലും ശ്വസനിയിലുമാണ് തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നത്. ശ്വസനിയിൽ തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്നില്ല. ശ്വസനിയുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തരാറകളാണ് വായുറകൾ. ഓക്കെ, അൽവിയോളസ്. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തികതയുള്ള അതിലോല സ്തരാറകളാണ് വായുറകൾ. ഇവയുടെ ഉപരിതലത്തിൽ വലക്കണ്ണികൾ പോലെ ധാരാളം രക്തലോമികകൾ കാണപ്പെടുന്നു. രണ്ട് ശ്വാസകോശങ്ങളിലുമായി ഏകദേശം 70 കോടി അൽവിയോളസുകളുണ്ട്. അൽവിയോളസുകളുടെ പ്രതല വിസ്തീർണം